Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ, Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. 275 കുപ്പി മാഹി മദ്യവും സ്കൂട്ടറും സഹിതം യുവാവ് എക്സൈസ് പിടിയിൽ. തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ ഷിജിൽ കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പെരിങ്ങോം മടക്കാംപൊയിൽ സ്വദേശി പി നന്ദുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. വടക്കൻ കേരളം വസന്തോത്സവമായ പൂരാഘോഷത്തിന്റെ നിറവിൽ. അന്നൂർ തലയന്നേരി പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ വ്രതമനുഷ്ഠിക്കുന്ന പൂരക്കുഞ്ഞുങ്ങൾ അപൂർവ കാഴ്ചയാകുന്നു. മാടായി ശ്രീ തിരുവർക്കാട്ടുകാവിൽ സാംസ്കാരിക സമ്മേളനം സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്തു. പക്ഷികൾക്കും ചെറുമൃഗങ്ങൾക്കും ദാഹജലം പകർന്ന് പുത്തൂർ ഒയോളം പുരുഷ സ്വയം സഹായ സംഘം. ചീമേനി ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കെ സലീം പറവകൾക്കൊരു നീരുറവ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. CITU ചുമട്ടുതൊഴിലാളി യൂണിയൻ പയ്യന്നൂർ ഏരിയ സ്നേഹസംഗമം ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്നു. തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. 275 കുപ്പി മാഹി മദ്യവും സ്കൂട്ടറും സഹിതം യുവാവ് എക്സൈസ് പിടിയിൽ. തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ ഷിജിൽ കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് മാഹി മദ്യം പിടികൂടിയത്. സംഭവത്തിൽ പെരിങ്ങോം മടക്കാംപൊയിൽ സ്വദേശി പി നന്ദുവിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. ലോക്സഭാ ഇലക്ഷനോടനുബന്ധിച്ച് നടക്കുന്ന സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവിന്റെ ഭാഗമായി തളിപ്പറമ്പ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ ഷിജിൽ കുമാറിന്റെ നേതൃത്വത്തിൽ പെരിങ്ങോം ഉമ്മർപൊയിൽ ഭാഗത്ത് നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് വിൽപ്പനയ്ക്കായി സ്കൂട്ടിയിൽ കടത്തുകയായിരുന്ന 50 കുപ്പി മാഹി മദ്യവുമായി മടക്കാംപൊയിൽ സ്വദേശി പി നന്ദുവിനെ എക്സൈസ് സംഘം പിടികൂടിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മലയോരത്ത് വ്യാപകമായി മാഹി മദ്യം വിൽക്കുന്നതിന്റെ പ്രധാനി നന്ദുവാണെന്ന് എക്സൈസ് സംഘം തിരിച്ചറിഞ്ഞു. വിശദമായി ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ വീടിന് സമീപം ഭൂമിക്കടിയിൽ രഹസ്യാറയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 225 കുപ്പി മാഹി മദ്യം കണ്ടെടുക്കുകയായിരുന്നു. അബ്കാരി നിയമപ്രകാരം നന്ദുവിനെതിരെ എക്സൈസ് സംഘം കേസെടുത്തു. പ്രിവന്റീവ് ഓഫീസർ കെ രാജേന്ദ്രൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ TV ശ്രീകാന്ത്, PV സനേഷ്, P സൂരജ്, എക്സൈസ് ഡ്രൈവർ PV അജിത്ത് എന്നിവർ പരിശോധനയിൽ പങ്കാളികളായി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വടക്കൻ കേരളത്തിന്റെ വസന്തോത്സവമായ പൂരാഘോഷത്തിന്റെ നിറവിലാണ് ദേവീക്ഷേത്രങ്ങളും കാവുകളും. പൂവിളിയും പൂരക്കളിയും മറുത്തുകളിയും പൂരംകുളിയുമൊക്കെയായി 9 നാൾ വടക്കിന്റെ മണ്ണിന് ഉത്സവമാണ്. അന്നൂർ തലയന്നേരി പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ പൂരാഘോഷത്തിന്റെ ഭാഗമായി വ്രതമനുഷ്ഠിക്കുന്ന പൂരക്കുഞ്ഞുങ്ങൾ അപൂർവ കാഴ്ചയാണ്. വടക്കിന്റെ വസന്തോത്സവത്തിന് കാവുകളും ഭഗവതി ക്ഷേത്രങ്ങളും ഹൈന്ദവ ഗൃഹങ്ങളും ഒരുങ്ങി. മീനമാസത്തിലെ കാർത്തിക നാൾ മുതൽ 9 നാൾ പുരോത്സവകാലമാണ്. ചന്ദ്രഗിരിപ്പുഴയ്ക്കും വളപട്ടണം പുഴയ്ക്കും ഇടയിലുള്ള പഴയ കോലത്തുനാട്ടിലും അള്ളടദേശത്തുമാണ് പുരോത്സവം നടക്കുക. സ്ത്രീകളുടെ ഉത്സവമാണ് പുരോത്സവം. കൗമാരപ്രായക്കാരായ പെൺകുട്ടികളാണ് മലരമ്പന് വ്രതാനുഷ്ഠാനത്തോടെ പൂക്കൾ അർപ്പിച്ച് ഉത്സവത്തിൽ പങ്കെടുക്കുന്നത്. അന്നൂർ തലയന്നേരി പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ പുരോത്സവത്തിന്റെ ഭാഗമായി വ്രതമനുഷ്ഠിക്കുന്ന പൂരക്കുഞ്ഞുങ്ങൾ അപൂർവ കാഴ്ചയാണ്. മീനമാസത്തിലെ കാർത്തികയ്ക്ക് 16 നാൾ മുമ്പ് തന്നെ പൂരക്കുഞ്ഞുങ്ങൾ വ്രതമെടുത്ത് പുരോത്സവത്തിനുള്ള തയ്യാറെടുപ്പ് ആരംഭിച്ചു.
11 വയസ്സിന് താഴെയുള്ള 5ഓളം പെൺകുട്ടികളാണ് ഇക്കുറി കാവിൽ നിന്ന് വ്രതം അനുഷ്ഠിക്കുന്നത്. എല്ലാ കാവുകളിലും പൂരോത്സവങ്ങൾ ഉണ്ടെങ്കിലും പൂരക്കുഞ്ഞുങ്ങൾ 1 മാസത്തോളം വീട്ടിൽ നിന്ന് വിട്ട് കാവിൽ വ്രതമെടുത്ത് പൂവിടുന്ന അപൂർവം കാവുകളിൽ ഒന്നാണ് തലയന്നേരി. ഇവിടെ പൂരോത്സവത്തിൽ പൂരം കുളിക്കും മറുത്തുകളിക്കുമൊപ്പം പൂരക്കുഞ്ഞുങ്ങളുടെ പൂവിടൽ ശ്രദ്ധേയമാണ്. സാധാരണ കാർത്തിക നാൾ തൊട്ട് കുഞ്ഞുങ്ങൾ പുലർച്ചെ എഴുന്നേറ്റ് ഏച്ചിലാംവയൽ കുന്നിലേക്ക് ക്ഷേത്രബാല്യക്കാരോടൊപ്പം പൂവിടാനുള്ള പൂക്കൾ ശേഖരിക്കും. ക്ഷേത്രത്തിൽ തിരിച്ചെത്തിയ കുട്ടികൾ ശുദ്ധരായതിനു ശേഷം ഒറ്റമുണ്ട് തറ്റുടുത്ത് ശ്രീകോവിലിലും പടിയിലും ഉപദേവതാ സമക്ഷത്തിലും കാവിലും കുളക്കരയിലും കിണറ്റിൻകരയിലും പൂവിട്ട് മാത്രമേ ജലപാനം നടത്തുകയുള്ളൂ. പൂരനാൾ കാവിലെ തിടമ്പ് ജലമഞ്ജനം ചെയ്യിക്കുന്ന പൂരംകുളിയോടെയാണ് ഇവിടെ പൂരോത്സവം പൂർത്തിയാകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാടായി ശ്രീ തിരുവർക്കാട്ടുകാവിൽ പൂരമഹോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം നടന്നു. സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്തു. മാടായിക്കാവിൽ പൂരമഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി നിർവഹിച്ചു. അഡ്വക്കേറ്റ് ടി.വി. ഹരീന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ഷേത്ര നവീകരണ സമിതി ജനറൽ സെക്രട്ടറി കെ.വി. ബൈജു, മലബാർ ദേവസ്വം ബോർഡ് തലശ്ശേരി ഏരിയ കമ്മിറ്റി ചെയർമാൻ ടി.കെ. സുധി, സ്റ്റാർ സിംഗർ ജൂനിയർ വിന്നർ പല്ലവി രതീഷ്, കൃഷ്ണൻ നടുവിലത്ത്, ടി. പുഷ്പ, കെ. വേണു തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് സദസ്സിനെ ഗസലിന്റെ ആസ്വാദന തലത്തിലെത്തിച്ച പ്രമുഖ ഗസൽ ഗായകൻ അലോഷി നയിച്ച ഗസൽ സന്ധ്യയും മറ്റു കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പക്ഷികൾക്കും ചെറുമൃഗങ്ങൾക്കും ദാഹജലം പകർന്ന് പുത്തൂർ ഒയോളം പുരുഷ സ്വയം സഹായ സംഘം. ചീമേനി ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കെ. സലീം പറവകൾ കുരുനീരുറവ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പക്ഷികൾക്കും മൃഗങ്ങൾക്കും ദാഹജലം പകർന്ന് പുത്തൂർ ഒയോളം പുരുഷ സ്വയം സഹായ സംഘം. വേനൽ കടുക്കുന്ന പരിതസ്ഥിതിയിലാണ് പറവകൾക്കൊരു നീരുറവ എന്ന പേരിൽ സംഘം പാത്രങ്ങളിൽ ശുദ്ധജലവുമായി എത്തുന്നത്. 10ഓളം ബക്കറ്റുകൾ ഇതിനായി തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ വെള്ളം നിറച്ച് ചീമേനി പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ തോട്ടുവാളി ഭാഗത്ത് സ്ഥാപിക്കും. പക്ഷികൾക്കും മൃഗങ്ങൾക്കും ആശ്വാസമേകുന്നതിന് പുറമെ കാട്ടുമൃഗങ്ങൾ കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നത് തടയാനും ഇവ ഉപകരിക്കുമെന്ന് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് ചീമേനി ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കെ. സലീം പറഞ്ഞു. കാര്യത്തിലല്ല, ആൾക്കാർ കൂടുന്നതിലല്ല കാര്യം, എന്താ ചെയ്യുന്നത്, ആ ചെയ്യുന്നതിൽ എത്രമാത്രം ആത്മാർത്ഥതയും ഇത് ഉണ്ട് എന്നുള്ള അതിൻ്റെ കാമ്പുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഇത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ തന്നെ പോകാമെന്നും പറഞ്ഞിട്ട് ഇങ്ങ് വന്നത്. നല്ലൊരു ഉദ്യമമാണ്. എല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു സഹായമായിരിക്കും. കാരണം ഇപ്പം നമ്മൾ കേൾക്കുന്നതല്ലേ, കാട്ടുമൃഗങ്ങളെല്ലാം റോഡിലിറങ്ങി ഇത് ഇറങ്ങുന്നതിൻ്റെ 90% ഈ വെള്ളത്തിന് വേണ്ടിയിട്ടാണ്. വെള്ളമില്ല എന്നുള്ളൊരു കാരണത്താലാണ്. തോട്ടുവാളിയിൽ നടന്ന ചടങ്ങിൽ കെ. പുഷ്പരാജ് അധ്യക്ഷനായി. പി. ഹരികുമാർ, പി. ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. CITU ചുമട്ടുതൊഴിലാളി യൂണിയൻ പയ്യന്നൂർ ഏരിയ സ്നേഹസംഗമം ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്നു. തൃക്കരിപ്പൂർ MLA M. രാജഗോപാലൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. CITU ചുമട്ടുതൊഴിലാളി യൂണിയൻ പയ്യന്നൂർ ഏരിയ സ്നേഹസംഗമം
തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് ഏത് തെരഞ്ഞെടുപ്പായാലും ആ തെരഞ്ഞെടുപ്പ് സംഘടനാ പ്രവർത്തനത്തിൽ ഏറ്റവും സജീവമായ ഇടപെടൽ നടത്താൻ കഴിയുന്ന ഒരു വിഭാഗമാണ് ട്രേഡ് യൂണിയനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഖാക്കൾ. ആ അർത്ഥത്തിൽ ഇത് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു സ്നേഹക്കൂട്ടായ്മയായിട്ടാണ് ഞാൻ കാണുന്നത്. അതിന് കുറച്ചുകൂടി ധന്യത കൈവരിക്കത്തക്ക രീതിയിലേക്കുള്ള ഒരു അനുബന്ധ ചടങ്ങാണ് ഇവിടെ ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവിനെയും തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരം നേടിയ സഖാവിനെയും എല്ലാം ഈ ചടങ്ങിൽ വെച്ച് ആദരിക്കപ്പെടുന്നു. ഈ തെരഞ്ഞെടുപ്പിന് ഒട്ടേറെ പ്രാധാന്യമാണ്. നമ്മൾ സാധാരണ പറയാണ്ട് ഇത് രാജ്യത്ത് വരുന്ന നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. എല്ലാത്തിനും നിർണായകം എന്ന് പറയാം. യൂണിയൻ പ്രസിഡന്റ് UV രാമചന്ദ്രൻ അധ്യക്ഷനായി. ഫോക്ലോർ അക്കാദമി അവാർഡ് നേടിയ N അജയൻ, തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരം നേടിയ T ഭാർഗവൻ, ആദ്യകാല തൊഴിലാളികൾ എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉപഹാര സമർപ്പണം നടത്തി. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P സന്തോഷ്, CITU ചുമട്ടുതൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി K മോഹനൻ, CITU പയ്യന്നൂർ ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ, ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU ഏരിയ സെക്രട്ടറി TT രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാടായി തിരുവർക്കാട്ടുകാവ് പൂരമഹോത്സവത്തിന് ഭക്തജന തിരക്കേറി. ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന എഴുന്നള്ളത്ത് കാണാൻ അതിരാവിലെ തന്നെ നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്കെത്തി. ശാക്തീയ കാവുകളിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന മാടായി തിരുവർക്കാട്ടുകാവ് പൂരോത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെയാണ് നടക്കുന്നത്. പുലർച്ചെ 3 മണിക്ക് തിരുവത്താഴ പൂജാപാണി എന്നിവ നടക്കുന്നു. തുടർന്ന് ക്ഷേത്രം മൂത്ത പിടാരരുടെ നേതൃത്വത്തിൽ ദേവീ വിഗ്രഹം എഴുന്നള്ളിക്കുന്നു. വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ പുറപ്പെടുന്ന ഉത്സവം അരയാൽ തറയിൽ വച്ച് ഭക്തർക്ക് അനുഗ്രഹം നൽകും. തുടർന്ന് വാദ്യഘോഷവും മുത്തുകുടകളും ദീപങ്ങളും കൊടിക്കൂറകളുമായി പുരുഷാരത്തോടൊപ്പം തെക്കിനാക്കൽ കോട്ടയിലേക്ക് പുറപ്പെടുന്നു. കോട്ടയിൽ എത്തുന്നതിനു മുൻപ് ദാരികയുദ്ധത്തിനെ അനുസ്മരിപ്പിക്കും വിധം നാന്തക വാൾപ്പായിട്ട് നടക്കുന്നു. മടക്കമെഴുന്നള്ളത്ത് ഉത്സവം അരയാൽ തറയിൽ എത്തിയ ശേഷം ഭക്തർക്ക് അനുഗ്രഹം നൽകും. 7 മണിയോടെ ഉത്സവം മാടായിക്കാവിലേക്ക് തിരിച്ചെഴുന്നള്ളത്ത് നടത്തും. മാർച്ച് 23 രാവിലെ 8:30 വടകുന്ത തടാകത്തിൽ പൂരംകുളി ആറാട്ടും നടക്കും. ഈ ഉത്സവകാലങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് മാടായിക്കാവിൽ അനുഭവപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കർഷക സംഘം അന്നൂർ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്ത പച്ചക്കറിയുടെ വിളവെടുപ്പ് നടന്നു. പയ്യന്നൂർ MLA TA മധുസൂദനൻ ഉദ്ഘാടനം നിർവഹിച്ചു. കർഷക സംഘം അന്നൂർ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 4 ഇനങ്ങളിലായി കൃഷി ചെയ്ത പച്ചക്കറികളുടെ വിളവെടുപ്പ് പയ്യന്നൂർ MLA TA മധുസൂദനൻ നിർവഹിച്ചു. KK ഗംഗാധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ VP മോഹനൻ, KU രാധാകൃഷ്ണൻ, VP കണ്ണൻ, PV ബിന്ദു, P പ്രജിത്ത്, M വിനോദ്, M രഞ്ജിത്ത്, KP സജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. LDF പെരളം ലോക്കൽ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ പെരളത്ത് നടന്നു. മുൻ MLA C കൃഷ്ണൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. LDF പെരളം ലോക്കൽ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ കൺവെൻഷൻ പെരളത്ത് മുൻ MLA C കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഒരു രാഷ്ട്രം, ഒരു കറൻസി, അതുപോലെ തന്നെ ഒരു രാഷ്ട്രം, ഒരു നികുതി സമ്പ്രദായം, പിന്നെ ഒരു രാഷ്ട്രം, ഒരു ഭാഷ, ഇങ്ങനെല്ലാമാണെന്ന് പറയുന്നത്. അതേപോലെ ഒരു രാഷ്ട്രം, ഒരു തെരഞ്ഞെടുപ്പ്, ഒരു ദിവസം തെരഞ്ഞെടുപ്പ് മതി എന്നതാണ് അതിൽ അടങ്ങിയിട്ടുള്ള നിർദ്ദേശം. ഈ നിർദ്ദേശം നമ്മുടേതുള്ള ഒരു രാജ്യത്ത് പ്രായോഗികമല്ല, അത് അപ്രായോഗികമാണ് എന്ന് നിരവധി വിദഗ്ധന്മാർ, ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു സങ്കീർണമായ പ്രശ്നമാണിത്. അപ്പോൾ ഇപ്പൊ പറയുന്നതാണ് 2029 ലോകസഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഒരു രാഷ്ട്രം, ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് യാഥാർത്ഥ്യമാക്കണം. M സതീശൻ അധ്യക്ഷനായി. KV പത്മനാഭൻ, M രാഘവൻ, M പവിത്രൻ മാസ്റ്റർ, K രാഘവൻ, T ഗോപാലൻ എന്നിവർ സംസാരിച്ചു.
501 പേരടങ്ങുന്ന ജനറൽ കമ്മിറ്റിയും 101 പേരുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും കൺവെൻഷനിൽ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി എം സതീഷിനെയും സെക്രട്ടറിയായി ടി ഗോപാലിനെയും തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. 2023-24 വർഷത്തിൽ സംസ്കൃത സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികൾക്കായി അനുമോദനമൊരുക്കി. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉപഹാര സമർപ്പണം നടത്തി. പയ്യന്നൂർ ഉപജില്ലാ സംസ്കൃത കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് 2023-24 വർഷത്തിൽ സംസ്കൃത സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികൾക്കായി അനുമോദന സദസ്സ് സംഘടിപ്പിച്ചത്. തൈനേരി SIB സ്കൂളിൽ നടന്ന പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്ത് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PP രത്നാകരൻ മാസ്റ്റർ അധ്യക്ഷനായി. നഗരസഭാ കൗൺസിലർ M ബഷീർ, പയ്യന്നൂർ ഉപജില്ലാ സംസ്കൃത കൗൺസിൽ സെക്രട്ടറി M പ്രസാദ്, തായ്നേരി SIB പ്രഥമാധ്യാപകൻ KR വിനോദ് മാസ്റ്റർ, P ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പോകാൻ വേണ്ടി കഴിയണം. അതിന് സംസ്കൃത മേഖലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ അധ്യാപകരും ആ മേഖലയിലെ വിദ്യാർത്ഥികളുമെല്ലാം ഇനി അങ്ങോട്ടും ഏറ്റവും നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ തയ്യാറാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ചെറുതാഴം പഞ്ചായത്തിൽ നൈപുണ്യ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ഓരോരുത്തരുടെയും യോഗ്യതയ്ക്കും അഭിരുചിക്കും താൽപ്പര്യത്തിനും അനുസരിച്ച് ഓരോ അംഗത്തിനും തൊഴിൽ ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് നോളജ് ഇക്കോണമി മിഷനുമായി ചേർന്ന് ലൈഫ് ഗുണഭോക്താക്കളുടെ കുടുംബങ്ങൾക്കും തൊഴിൽ അന്വേഷകരായ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്കും സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിനായി നൈപുണ്യ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരള നോളജ് ഇക്കോണമി മിഷൻ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ചേർന്നുകൊണ്ട് നൈപുണിക വികസനം ലഭ്യമാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് നിരവധി വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇപ്പോൾ നല്ല വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകളെ നമുക്ക് കാണാൻ പറ്റും. B.Tech എടുത്തവരുണ്ട്, M.Tech എടുത്തവരുണ്ട്, അതുപോലെ തന്നെ മറ്റ് സാങ്കേതിക പരിജ്ഞാനം നേടിയിട്ടുള്ള നിരവധി ആളുകളുണ്ട്. വൈസ് പ്രസിഡന്റ് PP രോഹിണി അധ്യക്ഷയായി. കമ്മ്യൂണിറ്റി അംബാസിഡർ AP ഗിരിജ ക്ലാസ് എടുത്തു. TV ഉണ്ണികൃഷ്ണൻ, MT സബിത, PP അംബുജാക്ഷൻ, VOമാരായ TV സുരേന്ദ്രൻ, ഐറിൻ രാജ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കുളപ്പുറം സാംസ്കാരിക കേന്ദ്രത്തിൽ പുതുതായി തയ്യാറാക്കിയ എയർ കണ്ടീഷൻ ഹാളിന്റെ ഉദ്ഘാടനം നടന്നു. CPM കണ്ണൂർ ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി TV രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. കുളപ്പുറം സാംസ്കാരിക കേന്ദ്രത്തിൽ പുതുതായി തയ്യാറാക്കിയ എയർ കണ്ടീഷൻ ഹാളിന്റെ ഉദ്ഘാടനം CPM കണ്ണൂർ ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി TV രാജേഷ് നിർവഹിച്ചു. ഈ സാംസ്കാരിക കേന്ദ്രത്തെ ഈ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ആദ്യകാലത്ത് നേതൃത്വം കൊടുത്ത ഏറ്റവും പ്രിയങ്കരായ ബഹുമാന്യരായ പ്രധാനപ്പെട്ട നേതാക്കന്മാർ നമ്മുടെ കുളപ്പുറത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിന്ന കുഞ്ഞിരാം മാസ്റ്റർ ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ദാമോദരൻ മാസ്റ്റർ നമ്മളോടൊപ്പം ഇല്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയുടെ കാരണക്കാരനായ പ്രിയങ്കരനായ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. TM നാരായണേട്ടൻ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് VV രമേശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ M ശ്രീധരൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. A മാധവൻ, TV പത്മനാഭൻ, VV ഗോവിന്ദൻ, TV ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഡ്രമാറ്റിക് വിൽക്കലാമേളയും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഹരിതം ചെറുതാഴം പദ്ധതിയുടെ ഭാഗമായി ഒരുക്കിയ ചോളം പച്ചക്കറി വിളവെടുപ്പ് പുറച്ചേരിയിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ഹരിതം ചെറുതാഴം പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി കൃഷി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ യുവ കർഷകൻ IP പ്രസാദ് ഒരുക്കിയ 2.5 ഏക്കർ പച്ചക്കറി കൃഷിയിലെ ചോളം, പാവയ്ക്ക എന്നിവയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം K ശശിധരൻ അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MT സബിത, കൃഷി ഓഫീസർ ജയരാജൻ നായർ, കേശവതീരം MD വെതിരമന വിഷ്ണു നമ്പൂതിരി, മെമ്പർമാരായ U രാധ, AV നിത്യ, TP സരിത, കൃഷി അസിസ്റ്റന്റ് PP ശിവകുമാരി, ഷൈമ എന്നിവർ സംസാരിച്ചു.
വെതിരമന ഈശ്വരൻ നമ്പൂതിരി, ഗോവിന്ദൻ നമ്പൂതിരി, നാരായണൻ നമ്പൂതിരി എന്നിവർ സംബന്ധിച്ചു. പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിന്റെ തോട്ടത്തിലാണ് പ്രസാദ് പച്ചക്കറി കൃഷി ഒരുക്കിയത്. ഭൂരിഭാഗവും പന്തൽ ഇനത്തിൽപ്പെട്ട പാവയ്ക്ക, താലോലി, പടവലം, പയർ തുടങ്ങിയ ഇനങ്ങളും വെണ്ട, ചീര, കാബേജ്, കോളിഫ്ലവർ എന്നിവയുമാണ് കൃഷി ചെയ്തത്. ചെറുധാന്യ വർഷത്തിൽ നന്നായി വിളഞ്ഞു നിൽക്കുന്ന ചോളം കൃഷി പ്രത്യേക ആകർഷണമായി. കാർഷിക മേഖലയിൽ യുവാക്കളെ ആകർഷിക്കുന്ന തരത്തിലുള്ള വിവിധങ്ങളായ പദ്ധതികളാണ് ചെറുതാഴം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹരിതം ചെറുതാഴം എന്ന പേരിൽ കാർഷിക മേഖലയിൽ നടപ്പിലാക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കുറുവേലി വിഷ്ണു ശർമ്മ LP സ്കൂൾ പഠനോത്സവം വിവിധ പരിപാടികളോടെ നടന്നു. വിവിധ സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. കുറുവേലി വിഷ്ണു ശർമ്മ LP സ്കൂളിൽ കുട്ടികളുടെ പഠന മികവുകൾ പൊതുസമൂഹവുമായി പങ്കുവയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ പഠനോത്സവം സംഘടിപ്പിച്ചു. ഗേറ്റ് സ്കോളർഷിപ്പ് പരിപാടിയിൽ ഉന്നത വിജയം നേടിയ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര വിതരണവും പഠനോത്സവത്തിന്റെ ഉദ്ഘാടനവും കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് അംഗം K. പങ്കജാക്ഷൻ നിർവഹിച്ചു. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ഒരു അധ്യയന വർഷം കുറേയേറെ കാര്യങ്ങൾ ടീച്ചേഴ്സ് എല്ലാം പഠിച്ച് നമ്മുടെ എല്ലാം മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ പഠനോത്സവം സംഘടിപ്പിക്കുകയാണ്. ഇന്ന് എല്ലാ സ്കൂളും, നമ്മുടെ പഞ്ചായത്തിനകത്തെ എല്ലാ സ്കൂളുകളിലും ഇത്തരത്തിലുള്ള പഠനോത്സവം സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ മികവ് തെളിയിക്കാൻ ഒരു പ്രധാനപ്പെട്ട പരിപാടി സനുമാഷ് പറഞ്ഞു. നമ്മൾ പഠനത്തോടൊപ്പം ഒട്ടേറെ കാര്യങ്ങൾ. 1ാം ക്ലാസ്സിലെ കുട്ടികൾ സ്വന്തം കൈപ്പടിയിൽ എഴുതിയ കഥാസമാഹാരങ്ങളടങ്ങിയ പുസ്തകങ്ങൾ അയ്യോളം MVM കുഞ്ഞിവിഷ്ണു നമ്പീശൻ സ്മാരക വായനശാല, ആലപ്പടമ്പ TM കുഞ്ഞിവിഷ്ണു നമ്പീശൻ സ്മാരക വായനശാല എന്നിവയ്ക്ക് കൈമാറി. P. സവിത ടീച്ചർ, KM സോമൻ മാസ്റ്റർ, M. സനൂപ്, K. ജിഷ, നിധിൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാങ്കോൽ ലോക്കൽ കൺവെൻഷൻ കാങ്കോലിൽ നടന്നു. INL സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം എരിക്കൂർ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാങ്കോൽ ലോക്കൽ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ കാങ്കോലിൽ INL സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ ഉദ്ഘാടനം ചെയ്തു. വളരെ ആകസ്മികമെന്ന് പറയട്ടെ, 18ാം ലോക്സഭ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നപ്പോഴാണ് നമുക്കിവിടെ ഒരുമിച്ച് സംഗമിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ രസകരമായ വശം, നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങിയിട്ട് 2 ആഴ്ചയായി. എനിക്ക് തോന്നുന്നു എൻ്റെ തന്നെ ഒരു 10ഓ 12ാമത്തെ പരിപാടിയാണ് ഇത്. കാസർഗോഡ് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ അവസരം കിട്ടിയിരുന്നു. അതിനുശേഷം കോഴിക്കോടും വടകരയിലും അവിടെ എറണാകുളത്ത് ഷൈൻ ടീച്ചറുടെ പരിപാടിക്ക് തന്നെ പങ്കെടുക്കാൻ സാധിച്ചു. ഇതുവരെ കാണാത്ത ഒരു പ്രത്യേകതരം ആവേശം മാത്രമല്ല, ഒരുവിധം ജാഗ്രത എല്ലാവരിലും തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു വളരെ സൂക്ഷ്മമായി കാര്യങ്ങളെ പഠിക്കുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകന് അല്ലെങ്കിൽ ഒരു പത്രപ്രവർത്തകന് ഈ തെരഞ്ഞെടുപ്പ് ആധുനിക ഇന്ത്യയുടെ ഭാവി ഭാഗ്യതയെ നിർണ്ണയിക്കുന്ന ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പാണ്. KP കണ്ണൻ അധ്യക്ഷനായി. നേതാക്കളായ V. കുഞ്ഞികൃഷ്ണൻ, M. രാമകൃഷ്ണൻ, ഇക്ബാൽ പോപ്പുലർ, OT സുജേഷ്, PV വത്സല, P. രാധാകൃഷ്ണൻ, NK ഗംഗാധരൻ മാസ്റ്റർ, KP രാഘവൻ, K. പത്മിനി, അഡ്വക്കേറ്റ് P. സിദിൻ എന്നിവർ സംസാരിച്ചു. KP കണ്ണനെ പ്രസിഡന്റായും PP സിദിനെ സെക്രട്ടറിയായും കൺവെൻഷൻ തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് യൂണിയൻ CITU ഏരിയ സമ്മേളനം ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്നു. CPM ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P. സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് യൂണിയൻ CITU ഏരിയ സമ്മേളനം പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്നു. CPM ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P. സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. കോവിഡിന്റെ കാലത്ത് ജനവിരുദ്ധമായ എല്ലാ നിയമങ്ങളും പാസ്സാക്കാൻ അവസരമായി. അതിന്റെ ഭാഗമായി പാർലമെന്റിൽ വളരെ വിശദമായ ചർച്ച പോലും നടത്താതെ തൊഴിലാളികളുടെ തൊഴിൽ സമയം 12 മണിക്കൂറാക്കി 3 തൊഴിൽ നിയമങ്ങളെല്ലാം ലേബർ കോഡുകൾ എല്ലാം അത്യന്തം തൊഴിലാളി വിരുദ്ധമായിട്ട് സമീപനം സ്വീകരിക്കും. മുതലാളിമാർക്ക് എന്നല്ല, കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ഭരണമായി ഇന്ത്യയിലാണ്. ഈ ഭരണത്തിനെ ഒരു പാഠം പഠിപ്പിക്കാനുള്ള അവസരം അതാണ്. K. വിജീഷ് അധ്യക്ഷനായി. PV കുഞ്ഞപ്പൻ, K. രാഘവൻ, KK കൃഷ്ണൻ, VE ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
275 കുപ്പി മാഹി മദ്യവും സ്കൂട്ടറും സഹിതം യുവാവ് എക്സൈസ് പിടിയിൽ. തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ ഷിജിൽ കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പെരിങ്ങോം മടക്കാംപോയിൽ സ്വദേശി പി നന്ദുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. വടക്കൻ കേരളം വസന്തോത്സവമായ പൂരാഘോഷത്തിന്റെ നിറവിൽ. അന്നൂർ തലയന്നേരി പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ വ്രതമനുഷ്ഠിക്കുന്ന പൂരക്കുഞ്ഞുങ്ങൾ അപൂർവ കാഴ്ചയാകുന്നു. മാടായി ശ്രീ തിരുവർക്കാട്ടുകാവിൽ സാംസ്കാരിക സമ്മേളനം സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്തു. പക്ഷികൾക്കും ചെറുമൃഗങ്ങൾക്കും ദാഹജലം പകർന്ന് പുത്തൂർ ഒയോളം പുരുഷ സ്വയം സഹായ സംഘം. ചീമേനി ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കെ സലീം പറവകൾക്കൊരു നീരുറവ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. CITU ചുമട്ടുതൊഴിലാളി യൂണിയൻ പയ്യന്നൂർ ഏരിയ സ്നേഹസംഗമം ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്നു. തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.